അദൃശ്യമായിട്ടുള്ള ചില പ്രോഗ്രാമുകൾ നടക്കുന്നുണ്ട് നമ്മുടെ മനസ്സിന്റെ അകത്ത്. അത് ദൃശ്യമായി കൊള്ളണമെന്നില്ല. പലപ്പോഴും അത് ഒരു ഇൻവിസിബിൾ ആയിട്ടുള്ള ഒരു പ്രോഗ്രാമായിട്ട് അത് നമ്മുടെ മനസ്സിന്റെ അകത്തളങ്ങളിൽ ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ ചില കാര്യങ്ങൾ ഒരു പാറ്റേൺ ആയിട്ട് വീണ്ടും വീണ്ടും ഇങ്ങനെ വരുന്നുണ്ടോ എന്ന് നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കാം. ചില കാര്യങ്ങൾ ഇടയ്ക്കിടയ്ക്ക് സംഭവിക്കാം, ചില കാര്യങ്ങൾ വീണ്ടും വീണ്ടും വരാം. ഒരിക്കൽ സംഭവിച്ച കാര്യം പിന്നെ ഒരു കുറച്ചു കാലം കഴിയുമ്പോൾ വീണ്ടും. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ ഒരാളുമായിട്ട് തർക്കത്തിൽ ഏർപ്പെടുന്ന ഒരു രീതി ഒരാൾക്കുണ്ടെന്ന് കരുതാം. ഒരു നിശ്ചിത പീരീഡ് കഴിയുമ്പോൾ വീണ്ടും അത് തിരികെ വരും. ആ രൂപത്തിൽ ഒരു എപ്പിസോഡ് പോലെ ചില പാറ്റേണുകൾ ഉള്ളിൽ ഉള്ളത് കൊണ്ട് തന്നെ അങ്ങനെ വീണ്ടും വീണ്ടും ഒരേ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന സാഹചര്യം പല ആളുകളുടെയും ജീവിതത്തിലുണ്ട്. അപ്പൊ ഇത് എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ വീണ്ടും വീണ്ടും ആവർത്തിച്ച് ഇതൊരു പാറ്റേൺ ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്നത് എന്നതിനെ കുറിച്ച് നമ്മൾ ആലോചിക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കിയെടുക്കാനായിട്ട് കഴിയും അതിനൊരു പാറ്റേൺ ആണ് അതിന്റെ കാരണം എന്നുള്ളത്. ചിലപ്പോൾ ചില ഭയങ്ങൾ ഒരു എപ്പിസോഡ് കഴിയുന്ന വീണ്ടും ആ സാധനം വീണ്ടും നിങ്ങളിലേക്ക് വരുന്നുണ്ട് എങ്കിൽ അതൊരു പാറ്റേൺ ആയിരിക്കും അതിന്റെ കാരണം. അതേപോലെ തന്നെ ചില തീരുമാനങ്ങൾ പാളിപ്പോവുക. ചില തീരുമാനങ്ങൾ എടുത്തതിലെ ഒരേപോലത്തെ തീരുമാനങ്ങൾ വീണ്ടും വീണ്ടും എടുത്തിട്ട് പ്രയാസങ്ങളിലേക്ക് പെട്ടുപോകുന്ന സാഹചര്യം. അപ്പൊ ഈ പാറ്റേൺ ഉള്ളത് കൊണ്ടാണ് അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ വീണ്ടും വീണ്ടും പല ആളുകളിലും ആവർത്തിച്ചു വരുന്നത് എന്നുള്ളതാണ്. അപ്പൊ ആ പാറ്റേണുകൾ അങ്ങനെ ആവർത്തിച്ചു വരുമ്പോൾ അത് പലതരത്തിലുള്ള പ്രശ്നങ്ങളിലേക്കും ആളുകളെ കൊണ്ടുപോകാറുണ്ട്. അപ്പൊ ആ ജീവിതത്തിന്റെ നിയന്ത്രണം ചില ഘട്ടങ്ങളിൽ നഷ്ടപ്പെട്ടു പോകുന്ന സാഹചര്യങ്ങളുമുണ്ട്. അപ്പൊ നമ്മളുടെ അദൃശ്യ ലോകത്ത് ഒരു നിയന്ത്രണ സംവിധാനമുണ്ട്. നമ്മുടെ ആന്തരികമായ ലോകത്ത് ഒരു നിയന്ത്രണ സംവിധാനമുണ്ട്. ആ നിയന്ത്രണ സംവിധാനമാണ് ഈ കാര്യങ്ങളൊക്കെയും നിയന്ത്രിക്കുന്നത് എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് നമ്മുടെ മനസ്സിന് ബോധമനസ്സും ഉപബോധ മനസ്സും അങ്ങനെയുള്ള തലങ്ങളുണ്ട്. ബോധമനസ്സ് നമ്മൾ ആലോചിച്ചെടുക്കുന്ന പല തീരുമാനങ്ങളും നടപ്പിലാക്കുന്നത് അല്ലെങ്കിൽ ആലോചിക്കുന്നത് നമ്മുടെ ബോധമനസ്സാണ്. നമ്മുടെ ലക്ഷ്യങ്ങൾ, പ്ലാനുകൾ, അതേപോലെ തന്നെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയും തീരുമാനിക്കുന്നത് നമ്മുടെ ബോധമനസ്സാണ്. എന്നാൽ ഉപബോധ മനസ്സിൽ ജീവിതത്തിലുടനീളം ഉണ്ടായിട്ടുള്ള പല ഓർമ്മകളും പല അനുഭവങ്ങളും നമ്മൾ സൂക്ഷിച്ചു വെക്കുന്നത് അവിടെയാണ്. ചില വിശ്വാസങ്ങൾ, ചില ബിലീഫുകൾ, ചില ശീലങ്ങൾ, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങൾ ഒക്കെയും സ്റ്റോർ ചെയ്യപ്പെടുന്നത് ഉപബോധ മനസ്സിലാണ്. ഇമോഷണൽ പാറ്റേണുകൾ രൂപപ്പെടുത്തിയെടുക്കുന്നതും നമ്മുടെ ഉപബോധ മനസ്സിലാണ്. അപ്പൊ ആ ഉപബോധ മനസ്സിന്റെ ഉള്ളിൽ സ്റ്റോർ ചെയ്യപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണോ എന്നതനുസരിച്ച് ആ പാറ്റേൺ പല രൂപത്തിലും മാറിയും മറഞ്ഞും ഇരിക്കും. അപ്പൊ ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മാറണമെന്നുണ്ടാവും. ഇന്നലെ ഞാൻ യാദൃശ്ചികമായിട്ട് ഒരാളുമായിട്ട് സംസാരിച്ചു. അയാൾക്ക് മാറണമെന്നുണ്ട്, പക്ഷെ അയാൾ പറയുന്നത് എനിക്ക് മാറാൻ പറ്റില്ല. ഞാൻ പല ശ്രമങ്ങളും നടത്തി നോക്കി, എനിക്ക് മാറാനായിട്ട് കഴിയൂല. പക്ഷെ അദ്ദേഹത്തിന് മാറണമെന്നുണ്ട്. ആ പാറ്റേൺ അദ്ദേഹത്തെ മാറ്റാൻ അനുവദിക്കുന്നില്ല. അദ്ദേഹം ഒരു പെർഫെക്ഷനിസ്റ്റ് ആയിട്ടുള്ള ഒരാളാണ്. അതായത് പെർഫെക്റ്റ് ആയിട്ട് കാര്യങ്ങൾ നടക്കണം. അതിൽ നിന്ന് വ്യതിചലിക്കാൻ അദ്ദേഹത്തിന് സാധിക്കില്ല. അദ്ദേഹത്തിന് ഹൈലി ലോജിക്കൽ ആയിട്ടുള്ള ഒരാളാണ്. അപ്പൊ ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ അദ്ദേഹം പറയുന്നു, എന്റെ പ്രശ്നം ഞാൻ തന്നെയാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. എനിക്ക് മാറാനുണ്ട് എന്ന് എനിക്കറിയാം, പക്ഷെ എനിക്ക് മാറാൻ കഴിയുന്നില്ല എന്ന ഒരു കുടുക്കിലാണ് അദ്ദേഹം പെട്ടിട്ടുള്ളത്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, അങ്ങനെ ചില ആളുകൾ മാറാൻ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ മാറാൻ ആഗ്രഹിക്കുന്ന സമയത്ത് അവരുടെ ഉള്ളിൽ വരുന്ന കാര്യം അതത്ര സേഫ് അല്ല. മാറുന്നത് അത്ര സേഫ് അല്ല. മാറിയാൽ പ്രശ്നങ്ങൾ ഉണ്ടാവും, മാറിയാൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും എന്ന രീതിയിൽ അത് സേഫ് അല്ല എന്ന രീതിയിൽ കാണുകയും
ആ മാറ്റം അവർക്ക് കൊണ്ടുവരാൻ സാധിക്കാത്ത സാഹചര്യം ഉണ്ടാവുകയും ചെയ്യുന്നു. അപ്പൊ ഇതെന്തുകൊണ്ടാണ്? ഇത് അവരുടെ ഉള്ളിലുള്ള പാറ്റേൺ ആണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കാം. അപ്പൊ ചില പ്രോബ്ലംസ് നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് നമുക്ക് വരുന്നുണ്ട് എങ്കിൽ ആ പാറ്റേണിനെ ബ്രേക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് അതിൽ നിന്നും പുറത്തു കടക്കാനായിട്ട് സാധിക്കുള്ളൂ. ഇല്ലെങ്കിൽ അത് വീണ്ടും വീണ്ടും ഇങ്ങനെ ആവർത്തിച്ചു കൊണ്ടേയിരിക്കും. അങ്ങനെ ആവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആ പ്രശ്നങ്ങൾ നമുക്ക് ഇടയ്ക്കിടയ്ക്കായിട്ട് അനുഭവിക്കേണ്ടതായിട്ട് വരും. ചില ആളുകൾക്ക് ബന്ധങ്ങളിൽ, റിലേഷൻഷിപ്പിൽ ആയിട്ട് ബന്ധപ്പെട്ട് ചില ആളുകളുടെ മനസ്സിലുണ്ടാകാം, എന്നെ എല്ലാവരും വേദനിപ്പിക്കും. അപ്പം ഒരു റിലേഷൻഷിപ്പുമായി ബന്ധപ്പെട്ട് അവര് ആഗ്രഹിക്കുന്ന കാര്യം എന്താ? എന്നെ എല്ലാവരും വേദനിപ്പിക്കും. അപ്പൊ കുറച്ച് സമയം കഴിയുന്ന സമയത്ത് ഈ സംഭവം ഇങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് വരും. അപ്പൊ അവരുടെ ഉള്ളിലുള്ള ഒരു പാറ്റേൺ ആണ് എന്ത്? എന്നെ വേദനിപ്പിക്കും എന്ന് പറയുന്ന ഒരു പാറ്റേൺ അവരുടെ ഉള്ളിൽ ഉള്ളത് കൊണ്ടാണ് അവർക്ക് അങ്ങനെ തോന്നുന്നത്. ആ പാറ്റേൺ വീണ്ടും എന്ത് ചെയ്യും? ആവർത്തിക്കും. ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം പണത്തെ കുറിച്ചിട്ടുള്ള ചിന്ത, പണം നേടാൻ ബുദ്ധിമുട്ടാണ്, ആ പണം നേടാൻ ബുദ്ധിമുട്ടാണ് എന്ന് മനസ്സിൽ എവിടെയോ കോറിയിട്ടിട്ടുണ്ട്. അപ്പൊ ആ പാറ്റേൺ ആണ് എങ്കിൽ അവർക്ക് പണവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും വീണ്ടും വീണ്ടും ഇടയ്ക്കിടയ്ക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന സാഹചര്യം ഉണ്ടാവും. അപ്പൊ അവിടെ എന്തുകൊണ്ടാണ് ആ ഒരു പ്രശ്നം വരുന്നത്? അവരുടെ ഉള്ളിലുള്ള ആ ഒരു പാറ്റേൺ ആണ് ഈ പ്രശ്നം ഉണ്ടാക്കുന്നത്. പണം നേടാൻ ബുദ്ധിമുട്ടാണ്, അതേസമയം പണം നേടാൻ എളുപ്പമാണ്, എനിക്ക് പണം കൈകാര്യം ചെയ്യാൻ പറ്റും എന്ന ഒരു മാനസികാവസ്ഥയിലേക്ക് അദ്ദേഹം മാറി വന്നു കഴിഞ്ഞാൽ ഈ പ്രശ്നം പരിഹരിക്കാനായിട്ട് സാധിക്കും. അപ്പൊ അവിടെ ആ ഒരു പാറ്റേണിനെ ബ്രേക്ക് ചെയ്യേണ്ടതാണ് അയാൾ ചെയ്യേണ്ടത് കാര്യം. അതേസമയം ചില ആളുകൾ വിജയത്തെക്കുറിച്ച് ആലോചിക്കുന്ന സമയത്ത് ഞാൻ അതിന് അർഹനല്ല, ഞാൻ വിജയിക്കാൻ അർഹനല്ല, വിജയിക്കാൻ അർഹയല്ല എന്ന് ചിന്തിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വിജയിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കിയെടുക്കുക ബുദ്ധിമുട്ടാണ്. അവര് പരമാവധി ആ വിജയത്തിൽ അടുത്ത് വരെ എത്തും. അതിന്റെ അടുത്തെത്തുന്ന സമയത്ത് അവർക്കത് പൂർത്തീകരിക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാവും. കാരണം എന്താ? അവരുടെ ഉള്ളിൽ ഈ ഒരു പാറ്റേൺ ആണ് അങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നിങ്ങളൊന്ന് ആലോചിക്കേ, ഈ പറയുന്ന പ്രശ്നങ്ങൾ പലരും അനുഭവിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ്? അവരുടെ പഴയകാല അനുഭവങ്ങൾ രൂപപ്പെടുത്തിയെടുത്തുകൊണ്ട് അവരുടെ ഉള്ളിൽ ഒരു പ്രോഗ്രാം സെറ്റ് ചെയ്തിട്ടുണ്ട്. അവരുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള പല അനുഭവങ്ങളും അവരുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള പല സംഭവങ്ങളും ഒക്കെ കോർത്തിണക്കിക്കൊണ്ട് അവരുടെ ഉള്ളിൽ ഒരു പ്രോഗ്രാം രൂപപ്പെടുത്തിയെടുത്തിട്ടുണ്ട്. ആ പ്രോഗ്രാം രൂപപ്പെടുത്തിയെടുത്തത് കൊണ്ട് തന്നെ അവ വർക്ക് ചെയ്യും. അവ അവർക്ക് പ്രതികൂലമായിട്ടാണ് വർക്ക് ചെയ്യുന്നത് എന്ന് പലരും മനസ്സിലാക്കൂല. അപ്പൊ ആ പഴയ പ്രോഗ്രാമുകൾ അവരെ തന്നെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇപ്പൊ ഒരു പെയിൻഫുൾ ആയിട്ടുള്ള അനുഭവമോ ഒരു നെഗറ്റീവ് ആയിട്ടുള്ള അനുഭവമോ ഒരു വ്യക്തിയിൽ ഉണ്ടായി കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ട ഒരു സങ്കടമോ വിഷമോ പ്രയാസം അവർക്ക് ഉണ്ടാവും. ഞാൻ പറയുന്ന ഭാഗം കൃത്യമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം. പ്രധാനപ്പെട്ട ഭാഗമാണ് പറയാനായിട്ട് പോകുന്നത്. അതായത് ഒരു നെഗറ്റീവ് ആയിട്ടുള്ള ഒരു ഇവന്റ് അല്ലെങ്കിൽ പ്രയാസകരമായിട്ടുള്ള സംഭവം നടക്കുന്ന സമയത്ത് ആ സംഭവത്തെ ഓർക്കുമ്പോൾ ആ വ്യക്തിക്ക് സ്വാഭാവികമായിട്ടൊരു പ്രയാസം ഉണ്ടാവും. എന്നാൽ അത് മനസ്സിന് നൽകിയിട്ടുള്ള അർത്ഥമാണ് അവിടെ പ്രോഗ്രാമായിട്ട് മാറുന്നത്. ആ പ്രയാസം എന്ന് പറയുന്നത് ഒരു ഭാഗം മാത്രമാണ്. ഇപ്പം ഒരു വ്യക്തിയെ ഒരാള് ഇൻസൾട്ട് ചെയ്ത് സംസാരിച്ചു, കുറ്റപ്പെടുത്തിയിട്ട് സംസാരിച്ചു, അതൊരു ഇവന്റ് ആണ്. ആ ഇവന്റ് ആ വ്യക്തിയിൽ പ്രയാസം ഉണ്ടാക്കിയിട്ടുണ്ടാവും. ആ ഇവന്റ് ആ വ്യക്തി എങ്ങനെയാണ് എടുക്കുന്നത്, ആ വ്യക്തിയുടെ മനസ്സ് ഏത് രൂപത്തിലാണ് അർത്ഥം നൽകുന്നത് എന്നതനുസരിച്ച് ആ വ്യക്തിയിൽ ഒരു പ്രോഗ്രാം രൂപപ്പെടുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പൊ ഓരോ വ്യക്തിയും എടുക്കുന്നത് വ്യത്യസ്തമായ രീതിയിലായിരിക്കും. ഓരോ വ്യക്തിയും എടുക്കുന്നത് വ്യത്യസ്തമായ തലത്തിലായിരിക്കും. അപ്പൊ ഓരോരുത്തരും ഉണ്ടാക്കിയെടുക്കുന്ന അർത്ഥം എന്ന് പറയുന്നത് വ്യത്യസ്തമായിരിക്കും. ഒരു ഉദാഹരണം കൂടെ നിങ്ങൾക്ക് പറഞ്ഞാൽ കുറച്ചുകൂടെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതായത് ഒരു കുട്ടി പരാജയപ്പെട്ടു, ഒരു പരീക്ഷയിലോ മറ്റോ പരാജയപ്പെട്ടിട്ട് ആ കുട്ടിയുടെ ഒരു ഫീലിംഗ് അങ്ങനെ അനുഭവിക്കുകയാണ്. അല്ലെങ്കിൽ ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിന് പ്രിപ്പയർ ചെയ്തു,
കോമ്പറ്റേറ്റീവ് എക്സാമിന് ആ കുട്ടിക്ക് ലക്ഷ്യം നേടിയെടുക്കാനായിട്ട് സാധിച്ചിട്ടില്ല. ആ കുട്ടി പരാജയപ്പെട്ടു. അപ്പൊ ആ കുട്ടി മനസ്സില് ആ കുട്ടി അർത്ഥം കൊടുക്കുന്നത് ഞാൻ കഴിവില്ലാത്തയാളാണ്. ആ ഒരു കേവലമായിട്ടുള്ള ഒരു പരീക്ഷ പരാജയപ്പെട്ട സമയത്ത് അവരുടെ മനസ്സ് കൊടുക്കുന്ന അർത്ഥം എന്ന് പറയുന്നത് ഞാൻ കഴിവില്ലാത്തയാളാണ്. ഞാൻ വർഷങ്ങൾ പരിശ്രമിച്ചിട്ടും എനിക്ക് നേടിയെടുക്കാനായിട്ട് സാധിച്ചിട്ടില്ല. വർഷങ്ങൾ ഞാൻ ശ്രമിച്ചിട്ടും എനിക്കത് അച്ചീവ് ചെയ്യാനായിട്ട് പറ്റിയിട്ടില്ല എന്ന് ആ കുട്ടി തിരിച്ചറിയുന്ന ഘട്ടത്തിൽ ആ കുട്ടിയുടെ മനസ്സ് പറയുന്നത് എന്താണ്? കഴിവില്ലാത്ത ഒരാളാണ്. അപ്പം പുതിയ അവസരം വന്നാലും, പുതിയൊരു കാര്യം വന്നാലും, പുതിയ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഈ ഒരു കഴിവില്ലാത്തയാളാണ് എന്ന മെസ്സേജ് ഉള്ളിൽ നിന്നും ആക്റ്റീവാവും. ഉള്ളിൽ നിന്നും ആക്റ്റീവായിട്ട് അത് പ്രോഗ്രാമായിട്ട് വർക്ക് ചെയ്തുകൊണ്ട് ആ കുട്ടി മറ്റ് കാര്യങ്ങളിലേക്ക് പോകുമ്പോഴും ആ കുട്ടി ഈ ഒരു പ്രശ്നം അനുഭവിക്കേണ്ടതായിട്ട് വരും. അപ്പൊ അവിടെ ഒരു എക്സാമിനായിരിക്കും ചിലപ്പോൾ പരാജയപ്പെട്ടിട്ടുണ്ടാവാം, അല്ലെങ്കിൽ 1, 2, 3 എക്സാമിനായിരിക്കും പരാജയപ്പെട്ടിട്ടുണ്ടാവാം. അപ്പൊ അത് ആ കുട്ടിയുടെ ഉള്ളിലൊരു പാറ്റേൺ ആയിട്ട് മാറി. എന്ത്? ഞാൻ കഴിവില്ലാത്തയാളാണ്. ആ കഴിവില്ലാത്തയാളാണ് എന്ന് ഉള്ളിൽ പ്രോഗ്രാം ചെയ്ത ഒരു വ്യക്തി ഏതൊരു കാര്യവുമായിട്ട് മുന്നോട്ട് പോകുമ്പോഴും ആ കുട്ടിക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവോ ഇല്ലേ? യെസ് ഓർ നോ? ആ കുട്ടിക്ക് പ്രയാസം ഉണ്ടായിക്കൊണ്ടേയിരിക്കും. കാരണം എന്താ? ആ കുട്ടിയിൽ ആ ഒരു പ്രശ്നം ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്, ആ കുട്ടിയുടെ മനസ്സ് അർത്ഥം വെച്ചിരിക്കുന്നത് ഞാൻ പരാജിതനാണ്, എനിക്കെന്തില്ല, കഴിവില്ലാത്തയാളാണ് എന്നുള്ളതാണ്. അപ്പൊ കഴിവില്ല എന്ന് വിശ്വസിക്കുന്ന ഒരു പ്രോഗ്രാമിംഗ് ഇൻസ്റ്റാൾ ചെയ്ത ഒരു വ്യക്തി ഏതൊരു കാര്യം ചെയ്യുകയാണെങ്കിലും അതിൽ പലപ്പോഴും പലതരത്തിലുള്ള പ്രശ്നങ്ങളും പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളും ഉണ്ടാക്കും എന്നുള്ള കാര്യം തീർച്ചയാണ്. ഇനി നമ്മളെ കുറിച്ചൊന്ന് ആലോചിച്ച് നോക്കാം. ഇത്തരത്തിലുള്ള നമ്മുടെ മനസ്സ് നൽകിയിട്ടുള്ള അർത്ഥങ്ങൾ എത്രത്തോളം ഉണ്ട്? ഏതൊക്കെ വിഷയത്തിൽ നമ്മളുടെ മനസ്സ് പലതരത്തിലുള്ള അർത്ഥങ്ങൾ നൽകി അത് പ്രോഗ്രാം ആയിട്ട് മാറിയിട്ടുണ്ട് എന്നുള്ളത് നമ്മളൊന്ന് ആലോചിച്ച് നോക്കാം. അപ്പൊ ഈ പ്രോഗ്രാമുകൾ ആണ് പലപ്പോഴും നമ്മളുടെ മുന്നോട്ട് പോക്കിനെ നിർണയിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ ഒരു വ്യക്തിക്ക് ട്രാൻസ്ഫോർമേഷൻ ആവശ്യമാകുന്നത്, ഒരു വ്യക്തിക്ക് മാറ്റം ഉണ്ടാക്കിയെടുക്കണം എന്ന് പറയുന്നത് ഈ ഒരു മാനദണ്ഡത്തിലാണ് എന്ന് നമ്മൾ മനസ്സിലാക്കാം. അപ്പൊ ആ ട്രാൻസ്ഫോർമേഷൻ യാഥാർത്ഥ്യമാക്കണമെങ്കിൽ ആ കുട്ടിയിൽ ഉണ്ടായിട്ടുള്ളത് പോലെ ഉള്ള അത്തരത്തിലുള്ള ഫീലിങ്ങുകൾ ഓരോ വ്യക്തിയിലും സ്വാഭാവികമായിട്ടും ഉണ്ടാകും. ആ സ്വാഭാവികമായിട്ടും ഉണ്ടാകുന്നതിനെ മാറ്റം വരുത്തിക്കൊണ്ട് ആ പാറ്റേണിനെ ബ്രേക്ക് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ ആ വ്യക്തിയിൽ, ഏതൊരു വ്യക്തിയിലും മാറ്റങ്ങൾ ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. അപ്പൊ ആലോചിച്ച് നോക്കുക, നമ്മുടെ പാറ്റേണുകൾ എത്രത്തോളം നമ്മൾ ബുദ്ധിമുട്ടിക്കുന്നുണ്ട്, മനുഷ്യരെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട് എന്നുള്ളത് നമ്മളൊന്ന് ആലോചിച്ച് നോക്കാം. ഒരു കമ്പ്യൂട്ടർ സ്ലോ ആയി കഴിഞ്ഞാൽ നമ്മൾ കമ്പ്യൂട്ടറിനല്ല മാറ്റം, സോഫ്റ്റ്വെയർ നമ്മൾ അപ്ഡേറ്റ് ചെയ്യും, അല്ലെ? സോഫ്റ്റ്വെയർ നമ്മൾ അപ്ഡേറ്റ് ചെയ്ത് ആ പ്രശ്നം നമ്മൾ പരിഹരിക്കുകയാണ് ചെയ്യുക. അപ്പൊ സോഫ്റ്റ്വെയറിന്റെ പ്രശ്നം അപ്ഡേറ്റ് ചെയ്യുന്നതോടുകൂടെ ആ ഒരു സ്പീഡിന്റെ പ്രശ്നം മാറുന്നു. അപ്പം മനുഷ്യരായിട്ടുള്ള നമ്മൾ ജീവിതത്തിലുള്ള പല സാഹചര്യങ്ങളിലൂടെയും കടന്നു പോകുന്നു. നമ്മൾ എപ്പോഴും അപ്ഡേറ്റ് ചെയ്യപ്പെടേണ്ടവരാണ്. നമ്മളെ അപ്ഡേറ്റ് ചെയ്യാറുണ്ടോ? നമ്മളെ അപ്ഡേറ്റ് ചെയ്യാറുണ്ടോ? ആ അപ്ഡേറ്റ് ചെയ്യുന്നില്ല എങ്കിൽ നമ്മളും സ്ലോ ആയിട്ട് മാറും. നമ്മളും പലതും അച്ചീവ് ചെയ്യാൻ കഴിയാത്തവരായിട്ട് മാറും. യഥാർത്ഥത്തിൽ നമുക്ക് അച്ചീവ് ചെയ്യാനും മനസ്സിൽ വിഭാവനം ചെയ്യാൻ കഴിയുന്ന ഏതൊരു കാര്യവും നമുക്ക് നേടിയെടുക്കാനുള്ള ശേഷി നമുക്കുണ്ട്. അതേസമയം ഈ അപ്ഡേഷൻ പ്രോസസ്സ് നമ്മൾ ചെയ്യുന്നില്ല എന്ന് കരുതാം. ഇപ്പൊ ഒരു ഫോണിന്റെ മോഡല് അപ്ഡേറ്റ് ചെയ്യുന്നത് പോലെ ആ മോഡല് ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്തിയിട്ട് അപ്ഡേറ്റ് ചെയ്തിട്ട് അവർ മാർക്കറ്റിലേക്ക് ഇറക്കുന്നു. എന്നാൽ മനുഷ്യരായിട്ടുള്ള ആളുകൾ അപ്ഡേഷൻ എന്ന് പറയുന്ന ആ ഒരു പ്രോസസ് നമ്മൾ ചെയ്യുന്നുണ്ടോ എന്നുള്ളതും ഒന്ന് ആലോചിച്ച് നോക്കുക.
അപ്പൊ അങ്ങനെ ഈ സോഫ്റ്റ്വെയർ ആകുന്ന മനസ്സിനെ നമ്മൾ അപ്ഡേറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് ആവശ്യമായ രീതിയിൽ അനുകൂലമാക്കി മാറ്റിയെടുക്കുന്നതോടുകൂടെ നമുക്ക് ജീവിതത്തിൽ മുന്നേറാനായിട്ട് സാധിക്കും. അവിടെ നമുക്ക് ഇൻവിസിബിൾ ആയിട്ടുള്ള ബാരിയറുകളെ, ഇൻവിസിബിൾ ആയിട്ടുള്ള നമ്മൾ കാണാത്ത ചില കാര്യങ്ങളെ നമുക്ക് അവിടുന്ന് പറിച്ചു നട്ടുകൊണ്ട് നമുക്ക് അപ്ഡേറ്റഡ് ആയിട്ട് മാറാനായിട്ട് സാധിക്കും. അപ്പൊ അവിടെയാണ് മൈൻഡ് യുവർ മൈൻഡ്. നിങ്ങളുടെ മൈൻഡിനെ നമ്മൾ മൈൻഡ് ചെയ്യുക. ഓരോരുത്തരുടെ മൈൻഡിനെയും നമ്മൾ മൈൻഡ് ചെയ്യണം. അങ്ങനെ നമ്മളുടെ മനസ്സിന്റെ അകത്തളങ്ങളിലുള്ള കാര്യങ്ങൾ എന്താണ് എന്നുള്ളതൊക്കെ മനസ്സിലാക്കി, നമ്മൾ ആ പാറ്റേണുകൾ രൂപപ്പെട്ടു വരുന്നതിന്റെ കാര്യങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കി അവിടെ പ്രോസസ്സ് ചെയ്താൽ മാത്രമേ, ആ സോഫ്റ്റ്വെയർ അപ്ഡേറ്റിംഗ് നടത്തിയാൽ മാത്രമേ ഈ പ്രശ്നങ്ങൾ നമുക്ക് പരിഹരിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ നമ്മുടെ വർക്ക്ഷോപ്പും മൈൻഡ് ക്രാഫ്റ്റ് വർക്ക്ഷോപ്പും ഒക്കെ ഈ രീതിയിൽ ആളുകളെ അവരുടെ പാറ്റേൺ ബ്രേക്ക് ചെയ്യാനായിട്ട് സഹായിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ആളുകളുടെ ഇത്തരത്തിലുള്ള ഇൻവിസിബിൾ ആയിട്ട് കിടക്കുന്ന ബ്ലോക്കുകളെ നീക്കാനായിട്ട് സഹായിക്കുന്നുണ്ട്. അപ്പൊ ആലോചിച്ച് നോക്കുക, അവിടെ ആ പ്രോസസ്സ് ചെയ്യപ്പെടുമ്പോൾ ആളുകളിൽ മാറ്റം ഉണ്ടാകുന്നതിന്റെ കാരണം ഇതൊക്കെ കൂടെയാണ് എന്നുള്ളതും കൂടെ നമ്മൾ മനസ്സിലാക്കുക. അപ്പൊ ഒരു മാറ്റം നമുക്ക് ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ നമ്മുടെ മൈൻഡിനെ ആ രൂപത്തിൽ നമ്മൾ ട്രാൻസ്ഫോർമേഷൻ ചെയ്യണമെങ്കിൽ ആ രൂപത്തിൽ നമ്മൾ കൺസിഡർ ചെയ്തുകൊണ്ട് നമ്മളുടെ ഇൻവിസിബിൾ ആയിട്ടുള്ള ലോകത്തുള്ള പല കാര്യങ്ങളും, നമ്മുടെ ജീവിതത്തിലുള്ള പല അനുഭവങ്ങളും പല അർത്ഥങ്ങളുമായിരിക്കും നമുക്ക് നൽകുന്നുണ്ടാവാം. ആ അർത്ഥങ്ങളെ, ആ സംഭവത്തെ മനസ്സിൽ നിന്ന് നീക്കുന്നതോടുകൂടെ നമ്മുടെ മനസ്സിൽ അതിന്റെ പോസിറ്റീവായിട്ടുള്ള മറ്റു ബിലീഫിലേക്കൊക്കെ നമ്മൾ പോസിറ്റീവായിട്ടുള്ള രീതിയിലേക്ക് അത് മാറ്റിക്കൊണ്ടുവരുന്നതിലൂടെ നമുക്കൊരു പുതിയ ഐഡന്റിറ്റി ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ ഇൻവിസിബിൾ ആയിട്ടുള്ള ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ മാറ്റി ഒരു വ്യക്തി എന്നുള്ള നിലയിൽ പുതിയ ഐഡന്റിറ്റി ക്രിയേറ്റ് ചെയ്തുകൊണ്ടും അപ്ഡേറ്റുകൾ നടത്തിക്കൊണ്ടും മനുഷ്യ മനസ്സിനെ അനുകൂലമാക്കി മാറ്റിയെടുക്കുമ്പോഴാണ് നമുക്ക് വൻ രീതിയിൽ മുന്നേറ്റം നടത്താനും വിജയം സൃഷ്ടിച്ചെടുക്കാനും നമുക്ക് സാധിക്കുക എന്നുള്ളതാണ്. അപ്പൊ അതിന് ബോധപൂർവമായിട്ടുള്ള ശ്രമങ്ങൾ നമ്മൾ നടത്തണം. ആ പാറ്റേണിനെ ബ്രേക്ക് ചെയ്ത് അനുകൂലമാക്കി മാറ്റുകയും അതിനാവശ്യമായിട്ടുള്ള ബിലീഫ് സിസ്റ്റത്തിലേക്ക് അവർ കൊണ്ടുവരികയും, ആ കുട്ടിയുടെ കേസ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പരാജിതനല്ല, ആ പരാജയം ഒരിക്കൽ സംഭവിച്ചിട്ടുണ്ട്, പക്ഷെ അവരുടെ ഉള്ളിൽ നിന്ന് തോന്നണം എനിക്ക് വിജയിക്കാൻ ശേഷിയുണ്ട്, എനിക്ക് വിജയിക്കാനായിട്ട് പറ്റും, എനിക്ക് വിജയം നേടിയെടുക്കാനായിട്ട് സാധിക്കും. ആ രീതിയിലേക്ക് ആ കുട്ടിയെ ട്രാൻസ്ഫോർമേഷൻ ചെയ്ത് കഴിഞ്ഞാൽ ആ കുട്ടിക്ക് വിജയം നേടിയെടുക്കാനായിട്ട് സാധിക്കും. അപ്പൊ പല ആളുകളും ഭൗതിക ലോകത്ത്, പുറം ലോകത്ത് പരിശ്രമങ്ങൾ നടത്തുന്നുണ്ട്, പലതരത്തിലുള്ള ശ്രമങ്ങളും നടത്തുന്നുണ്ട്. എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം, എങ്ങനെയെങ്കിലും ജീവിതം പച്ചപിടിപ്പിക്കണം, എങ്ങനെയെങ്കിലും ജീവിതത്തിൽ സന്തോഷം കണ്ടെത്തണം, അങ്ങനെ പല ഭൗതികമായ ശ്രമങ്ങളും നടത്തുന്നുണ്ട്. എത്രയോ കിലോമീറ്ററുകൾ സഞ്ചരിച്ച് പല ഭാഗത്തേക്കും യാത്ര ചെയ്യുന്നുണ്ട്. ഫാമിലിയെ വിട്ട് പല രീതിയിലും ഇതൊക്കെ ത്യാഗങ്ങളൊക്കെ സഹിച്ചിട്ട് പല ശ്രമങ്ങളും നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ ഒരു ഭാഗത്ത് സമ്പത്ത് ഉണ്ടായി വരുമ്പോ സന്തോഷമില്ലാത്തൊരവസ്ഥ, നല്ല കുടുംബജീവിതം ഉണ്ടാകുന്ന സമയത്ത് ചിലപ്പോൾ സമ്പത്തില്ലാത്ത അവസ്ഥ, അങ്ങനെ ഈ ബാലൻസ്ഡ് അല്ലാത്ത, ഇൻബാലൻസ്ഡ് ആയിട്ടുള്ള ലൈഫ് നയിക്കുന്ന ആളുകൾ എത്രയോ ആളുകളുണ്ട്. അപ്പൊ അവിടെയാണ് നമ്മുടെ മനസ്സിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് അനുകൂലമാകുന്ന ഒരു മനോഭാവം സൃഷ്ടിച്ചുകൊണ്ട് ആളുകൾ ജീവിതത്തെ കാണേണ്ടതിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ഞാൻ ഊന്നി പറയുന്നത്. അപ്പൊ ഇത് നമുക്ക് നമ്മളോട് കൊടുക്കേണ്ട ഒരു നീതിയാണ്. നമുക്ക് നമ്മളെ മൈൻഡ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ മനസ്സ് നമുക്ക് അനുകൂലമായിട്ട് പ്രവർത്തിക്കും. മനസ്സ് അനുകൂലമായിട്ട് പ്രവർത്തിക്കുക എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഏത് രൂപത്തിൽ വളരാനും അനുകൂലമായി മാറാനും മനസ്സ് നിങ്ങളെ സഹായിക്കും. അതേ മനസ്സ് തന്നെ അതിന്റെ റിവേഴ്സ് ഗിയറിലേക്ക് പോകാനും നമുക്ക് പണി തരാനും നമ്മളെ നെഗറ്റിവിറ്റിയിലേക്ക് കൊണ്ടുപോകാനും പരാജയത്തിന്റെ പടുകുഴിയിലേക്ക് പോകാനും മനസ്സ് തന്നെ വിചാരിച്ചാൽ മതി എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ ഏറ്റവും കൺസിഡർ ചെയ്യേണ്ട ഒരു ഘടകം എന്ന് പറയുന്നത് നമ്മുടെ മൈൻഡിനെയാണ്. മൈൻഡ് റിലാക്സ് ചെയ്ത് മൈൻഡിന് ആവശ്യമായിട്ടുള്ള രീതിയിലുള്ള വെള്ളവും ഭക്ഷണവും ഒക്കെ നൽകി മനസ്സിനെ നല്ല രീതിയിൽ കൂടെ കൂട്ടിയെടുക്കുമ്പോൾ നമുക്ക് സമാധാനപൂർണമായിട്ടുള്ള, സന്തോഷപൂർണമായിട്ടുള്ള നല്ല ഒരു ജീവിതം നമുക്ക് യാഥാർത്ഥ്യമാക്കി എടുക്കാനായിട്ട് സാധിക്കും. അതിന് കിട്ടുന്ന അവസരങ്ങൾ
മൈൻഡിനെ നമുക്ക് നന്നാക്കിയെടുക്കാൻ പറ്റുന്ന അവസരങ്ങൾ നമ്മൾ ഉപയോഗപ്പെടുത്തുകയും അതനുസരിച്ച് മാറ്റങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കാനായിട്ട് ശ്രമിക്കുകയും ചെയ്യണമെന്നാണ് പറയാനുള്ളത്. അത് സ്വാഭാവികമായിട്ട് അങ്ങനെ ഉണ്ടാകും എന്ന് വിചാരിച്ചാൽ നടക്കൂല. നമ്മൾ ഒരു സംഭവത്തെ കുറിച്ചുള്ള കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു, അത് ഒരു സംഭവം മാത്രമല്ല അത് മാറുന്നത്, അത് മനസ്സെങ്ങനെ അർത്ഥം വെക്കുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ കഴിയില്ല. അതായിരിക്കാം ഒരു പക്ഷെ പലരുടെയും പരാജയത്തിന് കാരണം. അതിന് കോൺഷ്യസ് ആയിട്ടുള്ള എഫേർട്ട് എടുക്കുന്നതോടുകൂടെ വലിയ മാറ്റം സാധ്യമാക്കിയെടുക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. അപ്പം ആലോചിക്കുക, ആക്ട് ചെയ്യുക, നിങ്ങൾക്ക് ആ രീതിയിൽ നല്ല ഒരു മൈൻഡ് സെറ്റിന് ഉടമയായിട്ട് മാറാനായിട്ട് നിങ്ങൾക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ എന്നും കൂടെ ഈ അവസരത്തിൽ പറയുന്നു. താങ്ക് യു വെരി മച്ച്. മോർ പവർ ടു യു ഓൾ. എല്ലാവർക്കും